ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുക്കറപ്പം ഉണ്ടാക്കാം. കുക്കറപ്പം എപ്പം ഉണ്ടാക്കിയാലേക്ക് അങ്ങനെ നേരെ വിലൊന്നുമില്ല. രസമൊക്കെ ഉണ്ടാവും, പക്ഷേ ആരും ഇങ്ങനെ എടുത്ത് വരില്ല. ആരും എടുത്ത് വരുമോ നോക്കാം നമുക്കിന്ന്. ആദ്യം ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷമാണ് അരിപ്പൊടി ഇട്ടിട്ട് ഇനി നന്നായിട്ട് അരച്ചത്. തേങ്ങയും ജീരകമൊക്കെ അരയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറയുന്നത്. ഇന്ന് എല്ലാവരും കൂടിയ ദിവസമായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അമ്മായിയും അമ്മായിൻ്റെ മക്കളും അവരുടെ പേരക്കുട്ടികളും ഏട്ടന്മാരും ഏടത്തിയമ്മമാരും ചെറിയച്ഛന്മാരും അവരെ പേരക്കുട്ടികളൊക്കെ കൂടിയിട്ട് നല്ലൊരു ദിവസമായിരുന്നു. പണ്ട് അമ്മ കൽത്തപ്പം ഉണ്ടാക്കി തന്നായിരുന്നു. എന്തൊരു രസമായിരുന്നു അറിയുമോ. പക്ഷേ അത്രയ്ക്ക് ടേസ്റ്റൊന്നും എനിക്ക് ഞാൻ ഉണ്ടാക്കിയത് തോന്നാറില്ല. അമ്മ ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ്. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ പാപ്പിയാണ് എനിക്ക് മിക്സിയുടെ സ്വിച്ച് ഓണാക്കും ഓഫാക്കൊക്കെ ചെയ്തതിന് ഹെൽപ്പ് ചെയ്തായിരുന്നത്. അവരൊക്കെ വരുമ്പോഴേക്കേ ഞാൻ വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം കുക്കറപ്പത്തിനുള്ളതൊക്കെ വേഗം സെറ്റാക്കിയതാണ്. എന്നാൽ പിന്നെ കുക്കറപ്പം അടുപ്പത്താണ് വെച്ചാൽ പിന്നെ അവരൊക്കെ വരുമ്പോൾ വർത്താനം പറഞ്ഞിരിക്കാമല്ലോ കരുതി. അതുകൊണ്ട് വേഗം ഒക്കെപ്പാട് ചെയ്യായിരുന്നു. ഒക്കെപ്പാടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ കുക്കറപ്പം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ ഭാഗങ്ങളിൽ മരിച്ചു പോയവർക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൽത്തപ്പം കാര്യമായിട്ട് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. നിങ്ങളുടെ ഭാഗങ്ങളിൽ ഇങ്ങനെ വല്ല ആചാരങ്ങളുണ്ട്? എന്നിട്ട് നമുക്ക് ആദ്യം ഞാൻ ആലോചിക്കാറുണ്ട്, ഈ മരിച്ചു പോയവർക്ക് വെച്ച് കൊടുക്കണം. അപ്പം ടേസ്റ്റ് വെക്കാൻ പറ്റില്ലല്ലോ. എന്നാലും അവരെങ്ങനെയാണ് കറക്റ്റായിട്ട് എല്ലാതും ഇട്ടിട്ടൊന്നും ഉണ്ടാക്കുന്നത്. അവരൊക്കെ സമ്മതിക്കണം അല്ലേ. ഞാനൊക്കെ ടേസ്റ്റ് നോക്കി ഉണ്ടാക്കിയാൽ തന്നെ ചിലപ്പോൾ മധുരം കുറവാകും, ചിലപ്പോൾ ഉപ്പുണ്ടാവില്ല, അങ്ങനെയായിട്ട് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും. അവരൊക്കെ എങ്ങനെയാണ് അത്ര കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് എന്താണ് ആ കളർ അങ്ങനെ കരുതലുണ്ട് കേട്ടോ. അത് ഇവിടെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണേൻ്റെ അടിയാവാനായിട്ടാണ് ആ കളർ ചെറുതായിട്ട് കക്കനും കൂടി കൂടിയതാണ് അങ്ങനത്തെ കളറായിരുന്നത്. ശർക്കര പാകം ആയിട്ടുണ്ട്. നമുക്കിത് അരിമാവിലേക്ക് ഒഴിക്കാം. അരിച്ചിട്ട് ഒഴിക്കാം. ശർക്കര പാവ് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേഗം ആ അരിമാവിക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് പെട്ടെന്ന് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് വേഗം ഇളക്കണേ. എന്നാലേ ഉള്ളൂ നല്ല ആരിങ്ങനെ എടുത്ത് വരിക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ വാട്ടി വെച്ച തേങ്ങയ്ക്ക് അതിട്ടിട്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി തേങ്ങ ആദ്യം എടുത്ത് വെക്കണം. എന്നിട്ട് ഒക്കെ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷിങ്ങിന് ഇങ്ങനെ വിതറണം ആ തേങ്ങ വാട്ടിയത്.
കുക്കർ അടച്ച് വയ്ക്കുമ്പോൾ കുക്കറിൻ്റെ വിസിലെടുക്കണേ. വെന്ത് കഴിഞ്ഞ് കുക്കറിൻ്റെ അടപ്പ് തുറന്നപ്പോൾ എന്തൊരു മണമായിരുന്നു അറിയോ, സൂപ്പറായിരുന്നു. കുറച്ചധികം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ 2 കുക്കറപ്പം ഉണ്ടാക്കിയായിരുന്നേ. എല്ലാവരും കൂടിയോണ്ട് നല്ല കലപിലായിരുന്നു ശബ്ദം. അതുകൊണ്ട് പറയുന്നൊന്നും ഇങ്ങനെ വ്യക്തമായിട്ട് കേട്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ശബ്ദം മ്യൂട്ട് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ആര് വന്നു കിട്ടി. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ആര് വന്ന് കിട്ടുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആരും എടുത്ത് കിട്ടിയിട്ടില്ല. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയറും ലൈക്കും ചെയ്യണേ.